വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 42 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഓർമ്മിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നാം എല്ലാവരും പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചതിന്റെ പേരിൽ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ ഇത്രയും ഗൗരവമുള്ളതാണെന്ന് ആ അമ്മ പ്രതീക്ഷിച്ചിട്ടില്ല. തനിക്ക് വിവാഹം ആലോചിച്ചുറപ്പിച്ചപ്പോൾ അവിടെയും തടസ്സം. വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയായി. ലോകരുടെ മുൻപിൽ കൊടുംപാപിനി. ഇവിടെയൊന്നും പതറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് തന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പ്രസവിപ്പാൻ സമയമായപ്പോൾ അതിന് ഒരിടം തേടിയിട്ട് കിട്ടിയില്ല. അവസാനം കിട്ടിയ സ്ഥലം പശുക്കളുടെ വിസർജന മാലിന്യങ്ങളുടെ നടുവിൽ. അവിടെയും പരാതിയില്ല. തന്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഹെറോദോസ് രാജാവിന്റെ ഭീഷണി അറിഞ്ഞ മാത്രയിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ദീർഘദൂര യാത്ര. വീണ്ടും തിരിച്ച് നാട്ടിലേക്കുള്ള ക്ലേശപൂർണ യാത്ര. കുഞ്ഞിനെയും കൊണ്ട് പരിച്ഛേദന കർമ്മത്തിന് ദേവാലയത്തിലെത്തിയപ്പോൾ പറയുന്നു, ഇവൻ മൂലം നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന്. 12-ാം വയസ്സിൽ മകനെ കാണാതെ വന്നപ്പോൾ ആ അമ്മ അനുഭവിച്ച ദുഃഖം. തന്റെ പുത്രനായ ദൈവം നഷ്ടപ്പെട്ടു പോയോ എന്ന ഉത്കണ്ഠ ആ അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു. മകനെ കണ്ടെത്തിയത് ദേവാലയത്തിൽ. നാം ഓർക്കണം, നമ്മിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തെ നഷ്ടപ്പെട്ടാൽ ജീവിതം ശൂന്യമാകും. അത് കണ്ടെത്തണമെങ്കിൽ ദേവാലയത്തെ തന്നെ ആശ്രയിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കണ്ട് ജീവിക്കാതെ, ദൈവപുത്രനെ നഷ്ടമാക്കാതെ ആ പുത്രനോട് ചേർന്ന് ജീവിക്കുവാനും നഷ്ടപ്പെട്ടാൽ ദേവാലയത്തിൽ കണ്ടെത്തുവാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, നിന്നെ സ്വീകരിക്കുന്നു എൻ ഭവനമാ. ഹൃദയത്തിലെന്നും വാത്സല്യമേകി നിൻ പൈതലായി വളർത്തേണമേ യേശുവിൻ രൂപമേകി. അമ്മേ, നിന്നെ സ്വീകരിക്കുന്നു എൻ ഭവനമാ. ഹൃദയത്തിലെന്നും വാത്സല്യമേകി നിൻ പൈതലായി വളർത്തേണമേ യേശുവിൻ രൂപമേകി.
കാലിത്തൊഴുത്തിൽ ഉണ്ണിയാം യേശുവെ മാറോടണച്ചു നീ ആനന്ദമേകി. കാലിത്തൊഴുത്തിൽ ഉണ്ണിയാം യേശുവെ മാറോടണച്ചു നീ ആനന്ദമേകി. കാലിടറുമ്പോൾ എന്നെയും നീ കരതാരിലേന്തി മാറോടണയ്ക്കണേ. കാലിടറുമ്പോൾ എന്നെയും നീ കരതാരിലേന്തി മാറോടണയ്ക്കണേ. ആവേ മരിയ, 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 ആവേ മരിയ. കാൽവരി മലയിൽ കുരിശിൻ ചുവട്ടിൽ സഹനങ്ങൾ തൻ അമ്മയായി നീ. കാൽവരി മലയിൽ കുരിശിൻ ചുവട്ടിൽ സഹനങ്ങൾ തൻ അമ്മയായി നീ. ജീവിത ദുഃഖങ്ങൾ ഏറിടുമ്പോൾ അമ്മയായി വന്നു നീ താങ്ങിയിടണേ. ജീവിത ദുഃഖങ്ങൾ ഏറിടുമ്പോൾ അമ്മയായി വന്നു നീ താങ്ങിയിടണേ. അമ്മേ നിന്നെ സ്വീകരിക്കുന്നു എൻ ഭവനമാ. ഹൃദയത്തിലെന്നും വാത്സല്യമേകി നിൻ പൈതലായി വളർത്തേണമേ. യേശുവിൻ രൂപമേകി